പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചില ചിന്തകളാണ് കഴിഞ്ഞ ആഴ്ചകളായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ഉണർവിനെ കുറിച്ചുള്ള ആലോചനകളൊക്കെ നാം കേട്ടുകൊണ്ടിരുന്നു. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പഴയ നിയമത്തിൽ നിന്ന് ഒത്തിരി നാളായി അതിനെ സംസാരിച്ചിട്ടുള്ള ചിന്ത അകത്ത് വന്നതുകൊണ്ട് പഴയ നിയമത്തിൽ ഒരു ഭാഗം ചിന്തിച്ച് പ്രാർത്ഥിക്കുവാനായി വിവരങ്ങളിലേക്ക് ശ്രമപ്പെടുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം പ്രാരംഭമായി നമുക്ക് വായിക്കാം. ന്യായാധിപന്മാർ 4:4. ലെപ്പീദോത്തിന്റെ ഭാര്യയായ ദെബോര എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. സഹോദരിമാരെ ആത്മീയ ശുശ്രൂഷയിലേക്ക് കൊണ്ടിരുന്ന ഒരു ദൂതാണ് ഇന്ന് രാത്രി ദൈവനെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കും അതിൽ നിന്ന് പ്രാപിക്കാം. കർത്താവ് എല്ലാവരെയും ഉപയോഗിക്കുവാൻ, പ്രയോജനപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദെബോരയെ കുറിച്ചുള്ള ചില ചിന്തകൾ ഇന്ന് രാത്രി ധ്യാനിച്ച് ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ച് നാം മടങ്ങി പോകുവാനായി കർത്താവിന്റെ നാമത്തിൽ ശരണപ്പെടുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 4-5 അധ്യായങ്ങളാണ് ദെബോരയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ദെബോര എന്ന പദത്തിന്റെ അർത്ഥം ആർക്കെങ്കിലും പറയാമോ? ദെബോര തേനീച്ച എന്നാണ് ദെബോര എന്ന പദത്തിന്റെ അർത്ഥം, അല്ലേ? ഒരേ സമയം ആക്രമിക്കുവാനും, അല്ലേ, നന്മ തരുവാനും ഒക്കെ തേനീച്ചയ്ക്ക് കഴിയും, അല്ലേ? നോവിച്ച വിവരം അറിയും. അപ്പോൾ ആ ഒരു കറേജ് അല്ലെങ്കിൽ ഒരു ശക്തി, അല്ലേ, തേനീച്ചയ്ക്കുണ്ട്. അതുപോലെ ദെബോര എന്ന പദത്തിന്റെ അർത്ഥം അതാണ്. കർത്താവ് ശക്തമായി ഉപയോഗിച്ച ഒരു പ്രവാചകയാണ്, പഴയ നിയമത്തിൽ കാണപ്പെടുന്ന ഒരു പ്രവാചകയാണ് ദെബോര എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്നിയേൽ മുതൽ ശമൂവേൽ വരെ 15 ന്യായാധിപന്മാർ ദൈവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒറ്റ സ്ത്രീയെ, ഒറ്റ ന്യായാധിപതിയെ കാണാൻ കഴിയുന്നുള്ളൂ, അത് ദെബോര. പ്രൈസ് ദി ലോർഡ്. ഈന്തപ്പനയുടെ കീഴിലിരുന്ന് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രസ്താവിച്ച ഒരു സഹോദരി. അതുകൊണ്ട് നിങ്ങൾക്ക് ശുശ്രൂഷിപ്പാൻ കഴിയത്തില്ല എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പഴയ നിയമത്തിലെ ഒരു ന്യായാധിപയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പേര് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ദെബോരയാണ്. സഹോദരിമാർക്കും ശുശ്രൂഷയിൽ, പരിശുദ്ധാത്മ നിറവിൽ, പ്രവചനാത്മാവിൽ ഒക്കെ നിറഞ്ഞ് ശുശ്രൂഷിക്കുവാൻ പറ്റും. ദൈവം നിങ്ങൾക്ക് അത് നൽകട്ടെ. പരിശുദ്ധാത്മാവ് അത് പകരട്ടെ. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യങ്ങൾ മുതൽ ഇതുപോലെ കുറിച്ചുള്ള കഥകൾ ചിലർക്ക് അറിയത്തില്ല എന്ന് തോന്നും. അധികം ഫെമിലിയർ അല്ലാത്ത ഒരു കഥയായിരിക്കാം ദെബോരയുടെ. എന്നാൽ ചിലർക്കറിയാം, എന്നാൽ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലർക്ക് അറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ല. 1-2 കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ ഇതിലേക്ക് വരാനായിട്ട് പരിശുദ്ധാത്മാവിൽ താല്പര്യപ്പെടുന്നു. 4-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. യഹൂദ് മരിച്ച ശേഷം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ആസോരിൽ വാണ കനാന്റെ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കുക. യാബീന് വിറ്റുകളഞ്ഞു. ഞാനിപ്പോൾ നെസ്റ്റോയിൽ പോയി സാധനം മേടിക്കുക, അല്ലെങ്കിൽ ഒരു ഷർട്ട് മേടിക്കുക, അല്ലെങ്കിൽ ഒരു ഷൂ മേടിക്കുക, അല്ലേ? മിക്കവരും നെസ്റ്റോയിൽ വെച്ച് കാണുന്നവരുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു ഷൂ അല്ലെങ്കിൽ ഒരു ഷർട്ട് ഞാൻ നെസ്റ്റോയിൽ പോയി മേടിക്കുക. അപ്പോൾ നെസ്റ്റോയിൽ ഞാനത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നെസ്റ്റോയുടെ സാധനമല്ല, അവരത് വിറ്റ് കഴിഞ്ഞു, അത് എൻ്റെ സാധനം. അത് വേണേൽ എനിക്ക് അതേ പാക്കറ്റോട് കൂടെ വരുന്ന വഴിക്ക് കച്ചറ ബോക്സിൽ ഇടാം. എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. ആ സാധനം എൻ്റെ. എനിക്ക് വേറൊരു ഫ്രണ്ടിന് കൊടുത്ത് അത് യൂസ് ചെയ്യാൻ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ നാളുകളായിട്ട് അത് കെട്ടിവെച്ച് യൂസ് ചെയ്യാതെ 2 വർഷം അത് കീപ്പ് ചെയ്യാൻ എനിക്ക് പറ്റും. അങ്ങനെ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തും ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് കത്തിച്ച് കളയാൻ പറ്റും. അപ്പോൾ എനിക്ക് എന്തും ചെയ്യാവുന്ന വിധത്തിൽ അത് എൻ്റെതായി മാറി, അല്ലേ? ഇപ്പൊ വിറ്റ് കളഞ്ഞു എന്നുള്ള പദത്തിന്റെ അർത്ഥം, യാബീന് വിറ്റ് കളഞ്ഞു എന്ന പദത്തിന്റെ അർത്ഥം, ദൈവം ഇസ്രായേലിനെ ഉപേക്ഷിച്ചിട്ട് യാബീന് കൊടുത്തിട്ട് പറയാം, നീ എന്ത് വേണം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം വിറ്റ് കളഞ്ഞാൽ പിന്നെ തിരികെ പ്രാപിക്കുവാൻ കഴിയത്തില്ല. ദൈവം അനുകൂലമല്ലെങ്കിൽ നാം തീരും, അല്ലേ? എന്നാൽ ദൈവം അനുകൂലമെങ്കിൽ നാം പ്രതികൂലമായ ഒരു ശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. യോസേഫിനെ സഹോദരന്മാർ വിറ്റുകളഞ്ഞു. പക്ഷേ ഹല്ലേലൂയ, ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് പൊട്ടക്കണത്തിൽ തൊട്ട്, കാരാഗ്രഹത്തിൽ തൊട്ട്, ഹല്ലേലൂയ, പോത്തിഫറിന്റെ ഭവനത്തിൽ തൊട്ട്, അങ്ങ് കാരാഗ്രഹത്തിൽ അവന്റെ പേര് വിളിക്കുന്നത് വരെ ദൈവം അവനോട് കൂടെ ഇരുന്നു. ആമേൻ. ചർച്ചക്കാർ ഉപേക്ഷിച്ചാലും, ബന്ധുമിത്രാദികൾ ഉപേക്ഷിച്ചാലും, സഹോദരന്മാർ വിറ്റ് കളഞ്ഞാലും ദൈവം
കളഞ്ഞില്ല എങ്കിൽ ഹല്ലേലൂയ, ഒരു സമയത്ത് നിന്റെ പേര് വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. എന്നാൽ ദൈവം വിറ്റ് കളഞ്ഞാൽ, ദൈവം ഉപേക്ഷിച്ചാൽ, ഹല്ലേലൂയ, ലോകത്തിലുള്ള ഒരു ശക്തിക്കും നമ്മെ പുറത്തു കൊണ്ടുവരാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, അവൻ വിറ്റ് കളഞ്ഞാൽ അവൻ തന്നെ തീരുമാനിക്കണം. ഹല്ലേലൂയ, ഇസ്രായേലിനെ യാബീൻ വിറ്റ് കളഞ്ഞു. യാബീന്റെ പ്രത്യേകത അവിടെ എഴുതിയിട്ടുണ്ട്. താഴോട്ട് യാബീന്റെ സേനാപതിയെ കുറിച്ചോട് പറയുന്നുണ്ട്. സേന എന്നാണ് അവന്റെ പേര്. അവൻ എന്തുണ്ട്? 900 ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ എത്ര വർഷം കഠിനമായി ഞെരുക്കി? 20 സംവത്സരം കഠിനമായി ഞെരുക്കി. 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ദബോരയിൽ കൂടെയുള്ള ദൈവപ്രവൃത്തി നടന്ന് കഴിഞ്ഞതിന് ശേഷം ഉടനെ പദം എഴുതിയിട്ടുണ്ട്. 40 വർഷം ദേശത്തിന് സ്വസ്ഥത വന്നു എന്ന്. ഹല്ലേലൂയ, 20 വർഷം ഞെരുക്കിയ സിസേരയുടെ ശക്തിയെ ഹല്ലേലൂയ ഒരു ഒറ്റ പ്രവാചകയിൽ കൂടെ അല്ല, ഒരു പ്രവാചകയിൽ കൂടെ ഹല്ലേലൂയ ദൈവ ശബ്ദം പകർന്നു കൊടുത്ത് വിറ്റുകളഞ്ഞിടത്ത് നിന്ന്, യാബീന് വിറ്റുകളഞ്ഞിടത്ത് നിന്ന് ഒരു പ്രവാചകയിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം പകർന്ന് ബാരാക്ക് എന്ന മനുഷ്യനെ ഉപയോഗിച്ച് 10,000 കൂട്ടാളികളെ ഉപയോഗിച്ച് നഫ്താലി, സബൂലാൻ ഗോത്രങ്ങളെ ഉപയോഗിച്ച് യഹോവയായ ദൈവം ഒരു പ്രവാചകയിൽ കൂടെ തിരിച്ചു തന്റെ ജനത്തെ പിടിച്ച് 40 വർഷം സ്വസ്ഥത കൊടുത്തത്. കേട്ടൊരു സന്തോഷമില്ലല്ലേ? ഞാൻ വായിച്ചപ്പോഴത്തേക്കാളും എനിക്ക് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. Praise the Lord. Hallelujah. ഒരു ന്യായാധിപനെ അല്ല ദൈവം ഉപയോഗിച്ചത്, ഒരു ന്യായാധിപതിയെ ഉപയോഗിച്ച്, ഒരു സ്ത്രീയെ ഉപയോഗിച്ച്, ഹല്ലേലൂയ പനയുടെ കീഴിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട അരുളപ്പാടുകൾ ഇസ്രായേൽ ജനത്തിന് പ്രതിവദിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഒരു സഹോദരിയെ ഉപയോഗിച്ച് നഷ്ടപ്പെട്ടിടത്ത് നിന്ന്, വിറ്റുകളഞ്ഞിടത്ത് നിന്ന് തന്റെ ജനത്തെ മടക്കി കൊണ്ടുവന്ന് യഹോവയായ ദൈവം ഇന്ന് രാത്രി വിശ്വസിച്ചാൽ എവിടെയെങ്കിലും വിറ്റുകളയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ദൈവവുമായിട്ടുള്ള ബന്ധം അറ്റുപോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദബോരയെ പോലെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഒന്ന് അടുത്ത് വന്നാൽ മതി. ഹല്ലേലൂയ, 20 സംവത്സരത്തെ കഠിനമായ ഞെരുക്കത്തിൽ നിന്ന് ഹല്ലേലൂയ അവളെ ഉപയോഗിച്ച് 40 സംവത്സരം ദേശത്തിന് സ്വസ്ഥത കൊടുത്തൊരു ദൈവത്തിന്റെ കരത്തിൽ ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഹല്ലേലൂയ, ദൈവത്തെ സ്വതന്ത്രം ചെയ്തായിട്ട് അവർ 900 ഇരുമ്പ് രഥമുണ്ടായിരുന്നു. അതായിരുന്നു അവന്റെ പ്രത്യേകത. നാലാം ഒന്ന് വരാം, ആ കഥയൊന്നും പറഞ്ഞ് അതിലുള്ള ദൂതുകളൊന്ന് സംസാരിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 4-ാം വാക്യത്തിൽ ലപ്പീദോത്തിന്റെ ഭാര്യയായ ദബോര എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. അവൾ എഫ്രയീം പർവ്വതത്തിൽ സാധാരണ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. പക്ഷേ താഴത്തെ പദം എഴുതിയിരിക്കുന്നു, ഇസ്രായേൽ മക്കൾ അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. ഇരുന്നിരുന്ന സ്ഥലം ഒരു ഈന്തപ്പനയുടെ കീഴിലായിരുന്നു. പ്രത്യേകമായ ഒരു വലിയ കൂടാരത്തിലോ ഒരു വലിയ സ്ഥലത്തോ ഒന്നുമല്ല അവർ ഇരുന്ന് ശുശ്രൂഷിച്ചത്. ഒരു ഈന്തപ്പനയുടെ കീഴിലായിരുന്നു ശുശ്രൂഷിച്ചത്. പക്ഷേ ഇസ്രായേൽ മക്കൾ മുഴുവൻ ന്യായവിസ്താരത്തിനായി അവരുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. ഇന്ന് രാത്രി നമ്മുടെ അടുക്കൽ ആരെങ്കിലും വരണമെങ്കിൽ, നമ്മുടെ സഭയിൽ ആരെങ്കിലും വരണമെങ്കിൽ, നമ്മുടെ അടുത്തൊരു വ്യക്തി പ്രാർത്ഥിക്കാനായിട്ട് വരണമെങ്കിൽ, നമ്മുടെ അകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് അവന് തോന്നിയാലേ ഹല്ലേലൂയ അവൻ നമ്മുടെ അടുത്ത് വരുത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു അഭിഷേകത്തിന്റെ നിറവ്, ഒരു ശുശ്രൂഷയുടെ നിറവ് നാം പ്രാപിക്കണം. യേശു കഫർന്നഹൂമിലെ ഭവനത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ പട്ടണം മുഴുവൻ കഫർന്നഹൂമിലേക്ക് വന്നു. അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് രോഗശക്തികൾ വിടുവിക്കപ്പെടുന്നതുകൊണ്ട്, രോഗാത്മാക്കൾ പുറത്തു പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് പട്ടണം മുഴുവൻ കഫർന്നഹൂമിന്റെ ആ ഭവനത്തെ വളഞ്ഞു. ആൾക്കാർക്ക് പുരുഷാരത്തിൽ നിൽക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ആ സ്ഥലത്തിലേക്ക് 4 ആൾ ചേർന്നൊരു പക്ഷപാതക്കാരൻ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ, കട്ടിലിൽ ഹല്ലേലൂയ പുരയുടെ മുകളിൽ തുറന്ന് കട്ടിലിൽ ഇറക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ജനം വർദ്ധിച്ചു വരുവാൻ കാരണമായിത്തീർന്നു, ജനം കൂടുവാൻ കാരണമായിത്തീർന്നു. പുരുഷാര നിമിത്തം സമീപിക്കാൻ കഴിഞ്ഞില്ല. എന്നാണ് യേശുവിൽ ഒരു അഭിഷേകം ഉണ്ടെന്ന് പട്ടണം തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദേവദാസൻ പറഞ്ഞതുപോലെ നമ്മുടെ അകത്തൊരു അഭിഷേകം ഉണ്ടെന്ന് ഈ പട്ടണം തിരിച്ചറിഞ്ഞാൽ ഇതിനകത്ത് ചിലത് വരും. പ്രൈസ് ദി ലോർഡ്. ഈന്തപ്പനയുടെ കീഴിലായിരിക്കുന്നത്
വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവരുടെ രോഗാത്മാക്കൾ അഴിയണമെങ്കിൽ നമ്മുടെ അകത്തൊരു അഭിഷേകത്തിന്റെ ശക്തി വരണം. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കാമോ? പൗലോസിനോട് അതുകൊണ്ട് അവിടെ നീ വന്ന് പ്രാർത്ഥിക്കണമെന്നില്ല. നീ മുഖം തടയ്ക്കുന്ന ടവലില്ലേ, ആ ടവൽ ഒന്ന് കൊടുത്തു വിട്ടാൽ മതി. പത്രോസേ, നീ വരണമെന്നില്ല. നീ നടന്നു പോകുന്ന സ്ഥലത്ത് ഞങ്ങൾ രോഗികളെ കൊണ്ടിട്ടേക്കാം. നിന്റെ നിഴലൊന്ന് അടിച്ചാൽ മതിയല്ലേ, നീ വരേണ്ട ആവശ്യമില്ല. ആ നിലയിലേക്ക് ആത്മഫലം ഉയരണം. ദൈവസഭയുടെ ആത്മഫലം ആ നിലയിലേക്ക് ഉയർന്നാല് ഇന്ന്
ഹല്ലേലൂയ. ആ ഭാവങ്ങളൊന്ന് ചിന്തിച്ച് നമുക്ക് ഒരുമിച്ച് അവസാനമായി നമുക്ക് ആരാധിക്കാം. അറിയാം, ആരാധിക്കാൻ കുറച്ച് സമയം എടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ആഗ്രഹമുണ്ടല്ലോ, എങ്കിലും ആ ദൂതങ്ങളിലേക്ക് ഒന്ന് കടന്നു പോകുവാനായി പരിശുദ്ധാത്മാവിൽ താല്പര്യപ്പെടുന്നു. ദൈവത്തോട് ദൂത് സംസാരിക്കുകയാണ്. ഈ ജനത്തിനൊരു മടങ്ങിവരവുണ്ട്. യഹോവ നിനക്ക് മുമ്പായി പുറപ്പെടുന്നു. ഹല്ലേലൂയ. ബാരാക്കിനെ തെരഞ്ഞെടുക്കുക. 10,000 നഫ്താലി സബൂലൻ ഗോത്രങ്ങളിലുള്ള 10,000 വീരന്മാരെ തെരഞ്ഞെടുക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ബാരാക്ക് അവളോട് പറഞ്ഞ ഒരു പദമുണ്ട്. അത് 8-ാം വാക്യത്തിലാണ്. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, നീ എന്നോട് കൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ലെങ്കിൽ ഞാൻ പോകയില്ല. 9-ാമത്തെ വാക്യം, അതിനവൾ ഞാൻ നിന്നോട് കൂടെ പോരാ, എന്നാൽ നീ പോകുന്ന യാത്രയാൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. ബാരാക്കിനെ തെരഞ്ഞെടുത്തിട്ട് ബാരാക്ക് അവളോട് പറയാണ്, നീ പ്രവാചകയാണ്, നീ എന്നോട് കൂടെ പോരണം. പ്രൈസ് ദി ലോർഡ്. ഒരു സാധാരണ സഹോദരി ഈന്തപ്പനയുടെ കീഴിലിരുന്ന ദൈവജനം സംസാരിച്ചപ്പോൾ, ദൂത് സംസാരിച്ചവളോട് യുദ്ധത്തിന് വരാൻ പറഞ്ഞപ്പം അവൾ പറയാ, ഞാൻ കൂടെ വരാമെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്കറിയാം, ബാരാക്ക് മുഖേനയല്ല ജയമുണ്ടാകുന്നത്, ദെബോര മുഖേനയല്ല ജയമുണ്ടാകുന്നത്. ഒരുവൻ നമുക്ക് മുമ്പായി പുറപ്പെടുന്നുണ്ട്. അവൻ മൂലമാണ് ജയം. ഇന്ന് രാത്രി ദൈവം സെലക്ടവിടുന്ന ജയം പാസ്റ്ററിൽ കൂടല്ല ജയം, വിശ്വാസികൾ കൂടല്ല ജയം. നമുക്ക് മുമ്പായി ഒരുവൻ പുറപ്പെടുന്നു. തലക്കുന്നവൻ നമുക്ക് മുമ്പായി, പഠിക്കുന്നവൻ നമുക്ക് മുമ്പായി, മരിക്കുന്നവൻ നമുക്ക് മുമ്പായി. അതുകൊണ്ടാണ് യാക്കോബിനോടുള്ള ദൈവത്തിന്റെ ദൂത്, ഇസ്രായേൽ പരിശേ, യാക്കോബേ, ഗുരുവായിരിക്കുന്നവരേ, ഞാൻ നിന്നെ പല്ലേറിയും ഉച്ചയുള്ളവ നെരിവണ്ടിയാക്കി.
Praise God. Hallelujah. താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കാം. യഹോവ സന്നിധിയിൽ മലകൾ കുലുങ്ങി. ഇസ്രായേൽ ദൈവമായ യഹോവയ്ക്ക് മുമ്പിൽ സീനായി തന്നെ. Praise God. ഇന്ന് രാത്രി ഇതിനകത്ത് ആരാധിക്കുമ്പോൾ ശരീരം കുലുങ്ങുന്നില്ലെങ്കിൽ ഹല്ലേലൂയ, ഒരു കുലുക്കം കുലുങ്ങിക്കൊണ്ട് സീനായുടെ പർവ്വതത്തിന്റെ മുകളിൽ ഒരുവൻ ഇറങ്ങിയപ്പോൾ കുന്നുകൾ കുഞ്ഞാടുകളെ പോലെ മുട്ടാടുകളെ പോലെ പർവ്വതങ്ങൾ കുലുങ്ങി. ഓ ദൈവ സാന്നിധ്യം ഇതിനകത്ത്. Yes, 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 yes. Hallelujah. Hallelujah. Yes, this is what I wish to come out and part of. Hallelujah. അധികാരത്തിന്റെ കാഴ്ചയിൽ രാത്രി അറിയുന്നു. വിശ്വസിക്കാനായിട്ട് ഉടനെ ശുശ്രൂഷകൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ വാതിലിലേക്ക് വന്നു. ചിലർ ആത്മാവിൽ സംസാരിപ്പാൻ, ചിലർ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ദൂതരുടെ കൈപിടിപ്പാൻ, ഉടനെ സത്യനായ ധനയോടെ ബ്രദറേ, ഹല്ലേലൂയ, സഹോദരാ, സഹോദരി, നീ കുലുങ്ങിയില്ലെങ്കിലും ഈ രാത്രി മലകളെ കുലുക്കുന്ന സീനായെ കുലുക്കിയ ഒരു സർവ്വശക്തൻ. ഈ അന്തരീക്ഷം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ആത്മനിർവൃതി അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റെടുക്കാം. വിശ്വസിക്കാൻ 9,000 ഇരുപത് ശക്തി, ചിലച്ചവന്റെ ശക്തി കുടുംബത്തിനകത്ത് രാത്രി രണ്ടാമത്തെ വാക്യം അതിനേക്കാൾ കുറച്ചുകൂടെ പവർഫുൾ. രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ദെബോരയായ ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രായേൽ മാതാവായി എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രായേൽ അശേഷം അറ്റുപോയിരുന്നു. ഹല്ലേലൂയ. വിറ്റുകളഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. യാവീന് വിറ്റുകളഞ്ഞ് ദൈവം വിറ്റുകളഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പുരുഷന്മാരായി എഴുന്നേൽക്കാൻ ന്യായാധിപന്മാരായിട്ട് അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, ഒരു സ്ത്രീയോട് ദൈവത്തിന്റെ കരുണ തോന്നി. അവൾ പറയാ, ദെബോരയായ ഞാൻ എഴുന്നേൽക്കും വരെ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന്റെ മാതാവായി എഴുന്നേൽക്കും വരെ. ഇന്ന് രാത്രി സഭസിംഹിയെ പോലെ ഒന്ന് എഴുന്നേറ്റ് തുടങ്ങട്ടെ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന സകല വെല്ലുവിളികളെയും തകർത്ത് കളയേണ്ടത് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു കാഴ്ച. Praise God. സമയബോധമുള്ള ഒരു 5 മിനിറ്റോടെ ഞാൻ എടുത്ത് നിർത്തുവാൻ പോകുന്നു. നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. Hallelujah. Praise the Lord. ദെബോരയെക്കുറിച്ച് സംഭവിച്ച വിടുതലിന്റെ അവസാന ഭാഗങ്ങളൊക്കെ ചിന്തിക്കണമെന്നുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. യായേലിനെ ദൈവം ഉപയോഗിച്ചതും സിസേരെ കൊന്നതുമൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഒന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ താഴോട്ടുള്ള ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള ചില 1-2 പദങ്ങളോട് ചിന്തിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും.
ഹല്ലേലൂയ. 18-ാമത്തെ വാക്യം, 5-ന്റെ 18-ാമത്തെ വാക്യം. സെബൂലോൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. ഇതെവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ വർഷം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ നോക്കട്ടെ. നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. യെസ് അല്ലേ? ഫസ്റ്റ് മീറ്റിംഗ് നമ്മൾ കേട്ടതാ പ്രധാനദാസ പാസ്റ്ററോട് 2025 ആദ്യത്തെ മീറ്റിംഗ് കേട്ടതാണ് നഫ്താലി പോർക്കളമേടുകളിൽ. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. അതിന്റെ 20, 21, 22 വാക്യങ്ങളോട് വിശദീകരിച്ച് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോകും. ആരാധനയിൽ ശക്തമായ ഒരു ദിവസാനത്തിൽ വെളിപ്പെടും. അനേക വിഷയങ്ങൾക്ക് മറുപടി നൽകും. 20-ാമത്തെ വാക്യം, ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതു, ശിശേരയുമായി സ്വഗതികളിൽ പൊരുതു. നമ്മളിവിടെ ദൂതന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ, ഈ ഹെവൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് ഈ ഒരു പദം ഒന്ന് ചിന്തിച്ചെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതുന്നാണ് എഴുതിയിരിക്കുന്നത്. നക്ഷത്രങ്ങൾ ദൈവദൂതന്മാരുടെ വാസ കേന്ദ്രങ്ങളാണ്. നക്ഷത്രങ്ങൾ പൊരുതുന്ന എഴുതിയ അതിന്റെ അർത്ഥം ദൈവദൂതന്മാർ ഈ യുദ്ധത്തിൽ പങ്കാളികളായ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാരാക്കിന്റെ 10,000-ൽ വരുന്ന സൈന്യം കൂടാതെ, ഹല്ലേലൂയ, ദെബോരയെ കൂടാതെ, ഹല്ലേലൂയ, യുദ്ധത്തിനായി ദൈവത്തിന്റെ ദൂതന്മാരൂടെ ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. അവർ നക്ഷത്രങ്ങളിൽ നിന്ന് പൊരുതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ബാരാക്ക് 10,000-ൽ പരം ജനം, ദെബോര, അത് കൂടാതെ ദൈവദൂതന്മാരുടെ സൈന്യവും ഈ യുദ്ധത്തില് ഏർപ്പെടുവാനിടയായിത്തീരുന്നു. താഴോട്ടുള്ള വാക്യങ്ങളിൽ കീശോൻ തോട്, പുരാതന നദിയായ കീശോൻ തോട് തള്ളി അങ്ങവരെ ഒഴുക്കിക്കൊണ്ട് പോയി. മകളെ, ഈ യുദ്ധം നടക്കുന്ന സമയത്ത് കീശോൻ തോട്ടിലേക്കാണ് ഈ യുദ്ധം കൊണ്ടുവരപ്പെട്ടത്. കീശോൻ തോടിനെ കുറിച്ച് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. എടുക്കണ്ട. ഒരു മനുഷ്യൻ കീശോൻ തോട്ടിൽ കുറച്ചുപേരെ കൊണ്ടുപോയി. എന്തിനാ കൊണ്ടുപോയി പറയാമോ? ഞാൻ തന്നെ പ്രസംഗിച്ചിരിക്കണം. നിങ്ങൾ പറയാമോ? കീശോൻ തോട്ടിലേക്ക് ഒരു മനുഷ്യൻ ഒരാളെ കൊണ്ടുപോയി. 18-ാം അധ്യായം അല്ലേ? ഏലിയാവ് അല്ലേ? കർമ്മേലിന്റെ മലമുകളിൽ തീ വെളിപ്പെട്ടു. ഒറ്റ പ്രാർത്ഥനയിൽ തീ വെളിപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ ഏലിയാവ് പറഞ്ഞു, പ്രവാചകന്മാരെ, പ്രവാചകന്മാരെ എല്ലാം പിടിക്ക്. 850 പ്രവാചകന്മാരെ പിടിച്ച് കീശോൻ തോട്ടിന്റെ അരികെ കൊണ്ടുവന്ന് വാൾ കൊണ്ട് കൊന്നു കളഞ്ഞു. അപ്പോൾ കീശോൻ തോടിന്, പുരാതനമായ കീശോൻ തോടിന് വിടുതലിന്റെ ഒരു പാരമ്പര്യമാണ്. ദൈവജനത്തിന് വിരോധമായി നിന്ന് 850 പ്രവാചകന്മാരുടെ തലവെട്ടിയ ഒരു ചരിത്രം കീശോൻ തോടിലുണ്ട്. ദൈവം പറയാം, നീ അവരോട് തന്നെ വരെ കൊണ്ടുവന്നു. ദൈവത്തിന് ദൂതന്മാരുണ്ടെങ്കിൽ. മാത്രമല്ല 21-ാം വാക്യത്തിൽ പറയുന്നു, കീശോൻ തോട് തള്ളി അങ്ങ് അവരെ ഒഴുക്കിക്കൊണ്ടുപോയി. അതിന്റെ അർത്ഥം കീശോൻ തോട്ടിൽ ഒരുമിച്ച് യുദ്ധത്തിന് വന്നപ്പോൾ സ്വഗതികളിൽ നിന്ന്, നക്ഷത്രങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ദൂതന്മാരോട് ഇടപെടാൻ തുടങ്ങി. വലിയ മഴ ഉണ്ടായി, വലിയ ഇടിവെട്ടുണ്ടായി. അവർ യുദ്ധം നടത്തുന്ന സ്ഥലത്തേക്ക് കുതിച്ചു ചാടി വെള്ളം വന്നു. കീശോൻ തോട് നിറഞ്ഞ് കവിഞ്ഞൊഴുകി. പാറക്കഷണങ്ങൾ ഉരുൾപൊട്ടലുകൾ പോലെ ഒഴുകി. ദൈവത്തിന്റെ ദൂതന്മാരുടെ പദ്ധതിയാണ്. ഇത് ഒഴുക്കി വന്ന് ഈ ശത്രു സൈന്യത്തെ കീശോൻ തോട്ടിൽ കൂടെ വെള്ളം വന്ന് തള്ളിക്കൊണ്ടുപോയി. അടുത്ത വാക്യം, ബലത്തോടെ നടകൊള്ളുക. അത് ഹല്ലേലൂയ. അവളോട് തന്നെ അവള് പ്രവചനാത്മാവിൽ സംസാരിക്കുന്നത്. 22-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമ്മൾ ആരാധിക്കാൻ പോകുക. അന്ന് വലകിതത്ത കുതിരക്കുളമ്പുകൾ ഘട്ടനം ചെയ്തു. കുതിരകളുടെ പ്രത്യേകത ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു. ഈ കുതിരയുടെ കുളമ്പിന് എന്താ അത്ര പ്രത്യേകതയുണ്ട്? അവിടെ എഴുതിയിരിക്കുകയാണ്, കുതിരയുടെ ടോട്ടൽ വെയിറ്റിന്റെ 3 ഇരട്ടി വെയിറ്റ് കൂടെ താങ്ങാൻ കഴിയുന്ന പവർ ഉള്ളതാണ് അതിന്റെ കുളമ്പ്. കുളമ്പ് കണ്ടിട്ടുണ്ടോ? കുതിരയുടെ കുളമ്പിന് ആ കുതിരയുടെ വെയിറ്റിന്റെ 3 ഇരട്ടി വെയിറ്റ് കൂടെ താങ്ങാൻ കഴിയുന്ന ശക്തിയുള്ള ഭാഗമാണ് ആ കുളമ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഈ കുളമ്പ് ശക്തിയുള്ളതാണ്. എന്നാൽ സേനയുടെ 900 വരുന്ന ഇരുമ്പ് രഥങ്ങളും കുതിരകളും യുദ്ധത്തിനായി വന്നപ്പോൾ ഈ കീശോൻ തോട് നിറഞ്ഞ് കവിഞ്ഞൊഴുകി. പാറക്കെട്ടുകൾ, കല്ലുകളെല്ലാം അവിടെ തെറിച്ച് പതിക്കപ്പെട്ടു. ഇവരുടെ കുതിരകൾക്ക് മൂവ് ചെയ്യുവാൻ കഴിയാതെ കുളമ്പുകൾ ഘട്ടനം ചെയ്യത്തക്ക രീതിയിൽ, കുളമ്പുകൾക്ക് ചലിക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ ചള്ള കൊണ്ടും കല്ലുകൊണ്ടും നിറഞ്ഞ്
ദൈവത്തെ ഈ ചിന്തകളിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് ഒന്ന് വന്ന് സംസാരിക്കണമെന്നൊക്കെ പിന്നീട് ഒരിക്കൽ നമുക്ക് ഭാഗങ്ങൾ ധ്യാനിക്കാം. Praise the Lord. യായൽ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. Praise the Lord. ദെബോരയ്ക്ക് വേണ്ടിയും ബാരാക്കിന് വേണ്ടിയും ഹല്ലേലൂയ Praise the Lord. പ്രവർത്തിച്ച സഹായമായ നിന്ന യായൽ ഹല്ലേലൂയ പുതിയ നിയമസഭയുടെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ ഭാഗങ്ങളൊക്കെ ഒരിക്കൽ ധ്യാനിക്കണമെന്നുണ്ട്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുവാൻ പോവുകയാണ്. Praise the Lord. സിസേരയും അവന്റെ 900 രഥങ്ങളും ജഡത്തിന്റെ ശക്തിയെ കാണിക്കുന്നതാണ്. ഇന്ന് രാത്രി വിശ്വസിച്ചാടെ നാം ഈ ലോകത്തിലുള്ളവരല്ല. Praise the Lord. Praise the Lord. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ അനിഷ്ട മനുഷ്യൻ, എന്റെ അകത്ത് ആഗ്രഹം നല്ല ചെയ്യണമെന്ന്, തെറ്റ് ചെയ്യുന്നതിന് എന്റെ അകത്ത് ആഗ്രഹമുണ്ട്. ഞാനൊരു അനിഷ്ട മനുഷ്യനാണ്. പക്ഷെ എന്റെ ഈ മരണകരമായ പാപം നിറഞ്ഞ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? പാപത്തിന്റെ ഒരു പ്രമാണം എന്റെ ശരീരത്തിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. ജഡത്തിന്റെ ഒരു പ്രമാണം എന്റെ ശരീരത്തിൽ കിടക്കുകയാണ്. എന്നാൽ ആ ജഡത്തിന്റെ പ്രമാണത്തെ ആത്മാവിന്റെ പ്രമാണം കൊണ്ട് ഞാൻ ജയിക്കണം. ഞാൻ ആത്മാവിന്റെ പ്രമാണം കൊണ്ട് ജയിച്ചാൽ മാത്രമേ എനിക്ക് ഹല്ലേലൂയ ഒരുവൻ വരുമ്പോൾ അവന്റെ മടങ്ങി വരവൻ എടുക്കപ്പെടാൻ കഴിയത്തുള്ളൂ. അത് ഞാൻ ചെയ്യേണ്ടത് എന്റെ ഓരോ ദിവസം ദൈനംദിന ജീവിതത്തിലാണ്. എന്റെ ജഡത്തിന്റെ പ്രമാണത്തെ ഹല്ലേലൂയ തകർത്ത് കളയുന്ന ഒരു ആത്മാവിന്റെ പ്രമാണം കൊണ്ട് Praise the Lord. ഹല്ലേലൂയ എനിക്ക് വിഷയങ്ങളെ ജയിക്കണം. അങ്ങനെ ഞാൻ ജയിച്ചു മുന്നേറിയാൽ Praise the Lord ഒരുവനെ എനിക്ക് കാണാൻ പറ്റും. അവന്റെ